മെക്സിക്കോയിൽ പെയ്ത കനത്ത മഴ ഗുരുതരമായ വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയും ഇതേ തുടർന്ന് ചാൽക്കോ മുനിസിപ്പാലിറ്റിയിലെ ആയിരക്കണക്കിന് ആളുകൾ ഏകദേശം 20 ദിവസമായി തങ്ങളുടെ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി മെക്സിക്കോയിലെ കത്തോലിക്ക സഭ. അധികൃതർ പറയുന്നതനുസരിച്ച് 2000-ലധികം വീടുകളെ ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. എമിലിയാനോ സപാറ്റ, കൾച്ചറസ് ഡി മെക്സിക്കോ, ജാക്കലോണൻസ് എന്നീ പ്രദേശങ്ങളിലാണ് കൂടുതലായും ദുരിതം ബാധിച്ചിരിക്കുന്നത്. 40 മുതൽ 160 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് അവിടുത്തെ 3600-ലധികം ആളുകളെ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. മലിനജലമായതുകൊണ്ട് രോഗങ്ങൾ വ്യാപിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും വല്ലെ ഡി ചാൽക്കോയിലെ ബിഷപ്പ് വിക്ടർ റെനെ റോഡ്രിഗസ് ഗോമസ് ആശങ്ക പ്രകടിപ്പിച്ചു. ആളുകൾ മലിനജലത്തിന്റെ ദുർഗന്ധം സഹിച്ച് കഴിഞ്ഞ 20 ദിവസമായി വീടുകളുടെ മുകളിലെ നിലയിൽ കഴിയുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഈ പ്രതിസന്ധി നഗരത്തിന് പുതുമയുള്ള കാര്യമല്ലെങ്കിലും ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് വലിയ ഗുരുതരമായ രീതിയിലാണെന്നും ബിഷപ്പ് പറഞ്ഞു. മുമ്പുള്ളതിനേക്കാൾ ജലത്തിന്റെ അളവ് വൻതോതിൽ വർദ്ധിച്ചതിനാൽ കൂടുതൽ ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചതായും ബിഷപ്പ് പറയുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഇതിനെ തടയാൻ ചെയ്ത പരിഹാര മാർഗങ്ങൾ പ്രശ്നത്തിന് പരിഹാരമാകാത്തതിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. ദുരിതബാധിതരെ ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായി രൂപതയിലെ വിശ്വാസികൾ ഇതിനോടകം തന്നെ ദുരന്ത മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്.